നാളെ രാവിലെ 9:45 തിരുവനന്തപുരത്ത് ലക്ഷക്കണക്കിന് സ്ത്രീകൾ പൊങ്കാല അടുപ്പിൽ തീ കത്തിക്കും. 2:30, 2:45 മറ്റോ ആണെന്ന് തോന്നുന്നു. 2 മണി കഴിഞ്ഞ് 2:30-ക്കോ 2:45-നോ അത് അമ്പലത്തിൽ നിന്ന് പൂജിക്കും. അപ്പോൾ അതുകൊണ്ട് പണ്ടാര അടുപ്പിൽ പൂജിക്കും. പിന്നെ അതുകൊണ്ട് എല്ലാവരും പൂജ നടത്തി തിരിച്ചു പോകും. തിരുവനന്തപുരത്തിൻ്റെ ഒരു ദേശീയ ഉത്സവമായി പൊങ്കാല മാറിക്കൊണ്ടിരിക്കുകയാണ്. 5 പേർ, 10 പേർ, 100 പേർ, 500 പേർ, 1000 പേർ ഇട്ടിരുന്ന പൊങ്കാല ഇന്ന് ലക്ഷക്കണക്കിന് ആളുകളാണ്. ഒരു പ്രാവശ്യം അവർ ഗിന്നസ് ബുക്കിലും പോയി. വലിയ മാത്രമല്ല, ആറ്റുകാൽ പൊങ്കാലയുടെ ഒരു ശ്രദ്ധ ഇവിടെ സകല സ്ഥലങ്ങളിലും ഇപ്പോൾ ഇപ്പം നമ്മൾ സംസാരിക്കുമ്പോഴും പിന്നണിയിൽ പാട്ട് കേൾക്കാം. ഓരോ ജംഗ്ഷനുകളിലും കുഞ്ഞു കുഞ്ഞു സ്ഥലങ്ങളിൽ നാളെ ഇപ്പോൾ ഒരാഴ്ച കൊണ്ട് കലാപരിപാടികൾ, അന്നദാനം, അവരവരുടെ പൈസ എടുത്തിട്ടാണ്. അതിൽ CIT ഉണ്ട്, AITUC ഉണ്ട്, INTUC ഉണ്ട്, BMS ഉണ്ട്, എല്ലാവരുടെയും പരിപാടികളുണ്ട്. ഇതിനിടയിലാണെങ്കിൽ കോർപ്പറേഷനും വാട്ടർ അതോറിറ്റിയും തമ്മിൽ വഴക്കുണ്ടാക്കി, അടിയുണ്ടാക്കി. അതോ രാഷ്ട്രീയം കളിച്ചതാണോ അതോ സാങ്കേതികത്വമാണോ, എന്തായാലും 4-5 ദിവസമായി, 7-8 ദിവസമായി 8ഓളം വാർഡുകളിൽ, കുരിയാത്തി തുടങ്ങി ഈ ആറ്റുകാലൊക്കെ തുടങ്ങി 8ഓളം വാർഡുകളിൽ വെള്ളമില്ലാത്ത പ്രശ്നം വന്നു. ഇപ്പോൾ അത് ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുത്തുകൊണ്ടേയിരിക്കുന്നു. കോർപ്പറേഷനും കൂടെ മുൻകൈ എടുത്ത് ടാങ്കർ ലോറിയിൽ വെള്ളം കൊടുക്കുന്നു. പതിവിൽ നിന്ന് വ്യത്യസ്തമായി സേവാഭാരതി ഇപ്രാവശ്യം മുൻപേ, സാധാരണ ഇത് കഴിഞ്ഞതിന് ശേഷമുള്ള ശുചീകരണം നടത്തുന്ന ശുചീകരണ തൊഴിലാളികളാണ്. നിമിഷങ്ങൾ കൊണ്ട് അവർ ശുചീകരണം നടത്തും. പക്ഷേ ഇപ്പോൾ മുമ്പേ ഒരുപക്ഷെ BJP ഭരിക്കുന്നതുകൊണ്ടായിരിക്കാം സേവാഭാരതിക്കാർ 2 ദിവസമായി തിരുവനന്തപുരത്തുണ്ട്. ആയിരക്കണക്കിന് പ്രവർത്തകരുണ്ട്. അവർ നഗരം ശുചിയാക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞാലും അവർ നഗരം ശുചിയാക്കാൻ ഇറങ്ങുമായിരിക്കാം. നല്ല കാര്യം, എല്ലാവരും കൂടി നഗരം ശുചിയാക്കുന്നത് നല്ലതല്ലേ. അതുപോലെ തന്നെ ചെറുപ്പക്കാരൊക്കെ നാളെ ചെയ്യുന്നൊരു പണിയുണ്ട്. സ്ത്രീകൾ പൊങ്കാലയിടും. സ്ത്രീകളുടെ ശബരിമലയാണ്, സ്ത്രീകളുടെ രാജ്യമാണ്. ഇന്ന് രാത്രി മുതൽ, ഇന്ന് വൈകുന്നേരം മുതൽ തിരുവനന്തപുരം നഗരത്തിൻ്റെ ഒരു 6-7 കിലോമീറ്റർ ചുറ്റളവ്, അമ്പലത്തിൻ്റെ ഒരു 6-7 കിലോമീറ്റർ ചുറ്റളവ് സ്ത്രീകളുടെ സാമ്രാജ്യമാണ്. നാളെ പുരുഷന്മാരുടെ ഒരു ജോലിയുണ്ട്. മുണ്ടുമൊക്കെ കൊടുത്ത് നല്ല കുട്ടപ്പന്മാരായി നിന്ന് ഈ ചേച്ചിമാർക്കും ഈ പോകുന്നവർക്കെല്ലാം വെള്ളം കൊടുക്കുക. അത് ബസ്സിൽ പോകുന്നവരെയൊക്കെ തടഞ്ഞു നിർത്തി തണ്ണിമത്തം കൊടുക്കുക, വെള്ളം കൊടുക്കുക, ഇങ്ങനെ. ഇതിനിടയിൽ പാളയം മൗലവി ഒരു പ്രസ്താവന ഇറക്കി. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചും സോഷ്യൽ മീഡിയയിൽ പൊങ്കാല ആളുകൾ ഇട്ടിട്ടുണ്ട്. എന്തായാലും വന്നിരിക്കുന്നൊരു വാർത്ത, അതിഥികളാണ് തിരുവനന്തപുരത്തേക്ക് വരുന്നത്, അതിഥികളെ സ്വീകരിക്കുന്നതിന് വേണം എന്ന് നബി തിരുമേനി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തിരുവനന്തപുരത്ത് വരുന്ന എല്ലാ ഹിന്ദു സഹോദരന്മാർക്കും മുസ്ലിങ്ങൾ പൊങ്കാല ഇട്ടില്ലെങ്കിലും ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം. പ്രത്യേകിച്ച് മണക്കാട് പള്ളിയുണ്ട്. മണക്കാട് പള്ളിയുടെ അടുത്താണ് ഈ അമ്പലം. അടുത്തല്ല, കുറച്ച് 1 കിലോമീറ്റർ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ അവിടെ പള്ളിയൊക്കെ എല്ലാ വർഷവും പള്ളി ക്യാമ്പുണ്ടൊക്കെ തുറന്നു കൊടുക്കാറുണ്ട് ആളുകൾക്ക്. വെള്ളം കൊടുക്കുക. ഇപ്പോൾ പാളയത്ത് ഒരു പക്ഷേ നാളെ ശരിക്കും പാളയം പള്ളിയുടെ ഫ്രണ്ടിൽ നാളെ ശരിക്കും വെള്ളമൊക്കെ കൊടുക്കുന്ന പരിപാടി കാണും, ഈ മൗലവിയും കൂടെ പറഞ്ഞ സാഹചര്യത്തിൽ. അപ്പോൾ അങ്ങനെ വലിയ തോതിലുള്ള എല്ലാവരും സഹകരിക്കുന്ന ക്രിസ്ത്യൻ സംഘടനകളും ക്രിസ്ത്യൻ പള്ളിമാരും ഒക്കെ, പാളയം പള്ളിയൊക്കെ ഇതിനകത്ത് നന്നായി സഹകരിക്കുന്നവരാണ്. അങ്ങനെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം കൂടി നടത്തുന്ന ഒരു വലിയ ദേശീയ ഉത്സവമായി പൊങ്കാല മാറുന്നു എന്നുള്ളത് ഒരു നല്ല കാഴ്ചയാണ്. നേരത്തെ ഹിന്ദുക്കളുടെ മാത്രമായി കുറച്ച് സ്ത്രീകൾ മാത്രം ചെയ്തിരുന്ന ഒരു പരിപാടി ഇന്ന് വളരെ വിശാലമായ ഒരു പരിപാടി. ലക്ഷക്കണക്കിന് ചൂടുകല്ലിൻ്റെ കച്ചവടം, കിലോ കണക്കിന് ശർക്കര, പിന്നെ ടൺ കണക്കിന് തേങ്ങ, പിന്നെ പൂജാതി സാധനങ്ങൾ, പഴം, പിന്നെ മാത്രമല്ല ഒരാഴ്ച 4-5 ദിവസവും, ചിലർ 3 ദിവസം, ചിലർ 5 ദിവസം, ചിലർ ഒരാഴ്ച വെജിറ്റേറിയൻ മാത്രമേ കഴിക്കുകയുള്ളൂ. അപ്പോൾ അത് അങ്ങനെ പച്ചക്കറിക്ക് കിട്ടുന്ന ഒരു മാർക്കറ്റ്, അങ്ങനെ വലിയ തോതിലുള്ള സാമ്പത്തികമായിട്ടുള്ള ഒരു സാമ്പത്തിക ക്രമം കൂടി, അല്ലെങ്കിൽ ഒരു മണി ചെയിൻ, അല്ലെങ്കിൽ മണി സർക്കുലേഷൻ കൂടി നടക്കുന്ന ഒരു സംഭവമാണ്, പൊങ്കാലയാണ്. അത് വളരെ വിശാലമായി നാളെ ആറ്റുകാൽ പൊങ്കാല നടക്കുന്നു. ഇതുവരെ ഒരു പരാതിയും പരിക്കമൊന്നും ഇല്ലാതെയാണ്. ഇതിനിടയ്ക്കൽ ഡോക്ടർമാർ സമരത്തിൻ്റെ ഭാഗമായി പറഞ്ഞു ഞങ്ങൾ ആറ്റുകാൽ ബഹിഷ്കരിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ അവർ ബഹിഷ്കരിച്ചില്ല. പക്ഷേ എന്നാലും പ്രശ്നമില്ലാന്ന് തുടങ്ങി PRS പോലുള്ള, കിംസ് പോലുള്ള ഹോസ്പിറ്റലുകൾ അവിടെ ഔട്ട്ലെറ്റ് ഇട്ടു. സേവാഭാരതി എത്ര ഡോക്ടർമാരെ വേണോ കൊടുക്കാൻ തയ്യാറായിട്ടുള്ള സംവിധാനം ഇട്ടു. സേവാഭാരതി അവിടെ ഒരു ഔട്ട്ലെറ്റ് വിട്ടിട്ടുണ്ട്. അപ്പോൾ ആംബുലൻസ്, അവിടെ സേവാഭാരതിയുടെ ആംബുലൻസ് ഉണ്ട്, മറ്റ് സംഘടനകളുടെ ആംബുലൻസ് അവിടെയുണ്ട്. അപ്പോൾ എന്തായാലും പകരം സംവിധാനം ചെയ്തുകൊണ്ടെങ്കിലും ഇതിനെ നടത്തിയെടുക്കുന്ന രീതിയിലേക്കുള്ള വലിയ ആഘോഷമായി ആറ്റുകാൽ പൊങ്കാല മാറിയിട്ടുണ്ട്. ഇതെന്ത് ഐതിഹ്യമുണ്ടെങ്കിലും മിത്താണോ ഐതിഹ്യമാണോ, അതിന് പൊങ്കാല ഇട്ടാൽ ഗുണമുണ്ടാവും, അതെല്ലാം പേഴ്സണലൈസ് ചെയ്തതിൻ്റെ കാര്യമാണ്. ഒരു അമ്മയെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ഒരു സഹോദരിയെ സംബന്ധിച്ച്, ഒരു സ്ത്രീയെ സംബന്ധിച്ച്, ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് അവരുടെ മനസ്സിൻ്റെ ഒരു സംതൃപ്തിക്ക് വേണ്ടി അവർ പൊങ്കാല ഇടുകയാണ്. ഇടട്ടെ, ഇട്ടാൽ അവർക്ക് ഗുണം കിട്ടുമെങ്കിൽ. അത് പായസമാണല്ലോ, കഴിക്കാൻ പായസമാണല്ലോ ഉണ്ടാക്കുന്നത്, അല്ലാതെ വേറെ വിഷമൊന്നുമല്ലല്ലോ. അപ്പോൾ അത് വീടുകളിൽ ചെയ്യുന്നവരുണ്ടാവും,
നാളെ നിരവധി ആളുകൾ വീടുകളിൽ ചെയ്യുന്നുണ്ടാവും, വീടിൻ്റെ അടുത്തുള്ള പൊതുനിരത്തിൽ ചെയ്യുന്നവരുണ്ടാകും, അമ്പലവുമായി ബന്ധപ്പെടുത്ത പൊതുനിരത്തിൽ ചെയ്യുന്നവരുണ്ടാവും, ഒരു കണക്ഷനോടുകൂടി ചെയ്യുന്നവരുണ്ടാവും. അപ്പോൾ എന്തായാലും വളരെ സന്തോഷത്തോടു കൂടിയിട്ടുള്ള ഒരു ദിവസമാണ് നാളെ. തിരുവനന്തപുരത്തുകാരെ സംബന്ധിച്ച് ഞങ്ങൾക്കിതൊരു ദേശീയ ഉത്സവമാണ്. പക്ഷേ ഇതിനെ പരിഹസിച്ചുകൊണ്ട് കുറേ ചേട്ടന്മാർ, പ്രത്യേകിച്ച് ഈ സുഡാപ്പികളും കൊങ്ങികളും ആയിട്ടുള്ള കൊങ്ങികളും, അതുപോലെ തന്നെ പിന്നെ മറ്റ് ചില പാർട്ടി, അതായത് BJP ഒഴിച്ചുള്ള അല്ലെങ്കിൽ സംഘികൾ ഒഴിച്ചിട്ടുള്ള എല്ലാവരും, കമ്മികളും ഒക്കെ വന്ന് വലിയ തോതിൽ ഇതിന്, പിന്നെ യുക്തിവാദികളും ഒക്കെ വന്നിട്ട് ഇതിനെ കളിയാക്കുന്നുണ്ട്. കളിയാക്കേണ്ട കാര്യമില്ല. ജനാധിപത്യ രാജ്യമാണ്. ഓരോരുത്തർക്കും ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. മറ്റു കാര്യങ്ങളിൽ വിദ്യാഭ്യാസമുള്ളവരാണല്ലോ. വിദ്യാഭ്യാസം കൊണ്ട് അവർ നല്ല കാര്യങ്ങൾ ജീവിക്കുന്നവർക്ക് ഇത് ചെയ്യണോ വേണ്ടതെന്നൊക്കെ അവർക്കറിയാം. അതിൽ കയറി വലിയ അഭിപ്രായമൊന്നും പറഞ്ഞ് അതിനെ അവഹേളിക്കേണ്ട കാര്യമില്ല. ചെയ്യുന്നവർ ചെയ്യട്ടെ. അവർക്ക് ആത്മസംതൃപ്തി കിട്ടുകയാണെങ്കിൽ വളരെ സന്തോഷം. പിന്നെ അന്നദാനമുണ്ട്, അതൊരു വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിനെപ്പോലെ പ്രധാനമാണ് കലാകാരന്മാർ. നമുക്കറിയാം, ഇപ്പോൾ നന്ദഗോപൻസിൻ്റെ ഭജനോ അല്ലെങ്കിൽ പിന്നെ നമ്മുടെ വേടൻ്റെ പരിപാടിക്കൊക്കെ വലിയ മാസത്തിന് കിട്ടും. പക്ഷേ സാധാരണ നാട്ടിൻപുറത്ത് ഉണ്ടാകുന്ന അല്ലെങ്കിൽ നഗരത്തിൻ്റെ ഒരു വാർഡിൽ ഉണ്ടായി വരുന്ന കൊച്ചുകുട്ടികൾ, മുതിർന്നവർ, നാടക സംഘങ്ങൾ, നൃത്ത സംഘങ്ങൾ, പിന്നെ ഗാനസംഘങ്ങൾ, കൈകൊട്ടിക്കളി സംഘങ്ങൾ, തിരുവാതിര സംഘങ്ങൾ, ഇവർക്കൊന്നും വലിയ വേദി കിട്ടുകയില്ല. പക്ഷേ ഇപ്പോൾ ആറ്റുകാൽ പൊങ്കാലയുടെ ഭാഗമായി 100 കണക്കിന് സ്ഥലങ്ങളിലാണ് കൊച്ചു കൊച്ചു സ്റ്റേജുകൾ കെട്ടി. ഇപ്പോൾ മഴയില്ലാത്തതുകൊണ്ട് ഓപ്പൺ സ്റ്റേജ് പോലെ മോൾ ഭാഗം ഉണ്ടാവില്ല, കുഞ്ഞു കുഞ്ഞു സ്റ്റേജുകൾ കെട്ടി അവിടെ ആയിരക്കണക്കിന് പേരുടെ കലാപരിപാടി നടക്കുന്നത്. അതും കലാകാരന്മാർക്കും ഒരു വസന്തകാലമാണ്. പിന്നെ ആന എഴുന്നള്ളത്ത്, എന്തെല്ലാം പരിപാടികൾ നിങ്ങൾ ആലോചിക്കുക. ഒരുപാട് ആളുകളുടെ ജീവിതവും കൂടിയാണ്, ഒരു ടൂറിസവുമാണിത്. സ്പിരിച്വൽ ടൂറിസമാണ്, ഒരു സ്പിരിച്വൽ എക്കണോമിക് ആക്ടിവിറ്റിയാണ്. ആളുകളുടെ ഫ്രീഡത്തിൻ്റെ ഒരു ദിവസമാണ് നാളെ. സ്ത്രീകൾ വളരെ വിശാലമായി റോഡിലൂടെയൊക്കെ ഇങ്ങനെ, വാഹനമൊക്കെ കുറവായിരിക്കും നാളെ. അതുകൊണ്ട് പിന്നെ പുരുഷന്മാർക്ക് ഒരു സമയം കഴിഞ്ഞാൽ പുരുഷന്മാർക്ക് പ്രവേശനമില്ല. വാളണ്ടിയേഴ്സ് ഒഴിച്ചിട്ടുള്ള പുരുഷന്മാർക്ക് അങ്ങോട്ട് പ്രവേശനമില്ല. അപ്പോൾ അവരുടെ ഒരു ദിവസമാണ്, അവരുടെ ഒരു സാമ്രാജ്യമാണ്, അവരുടെ ഒരു ലോകമാണ് സ്ത്രീകളുടെ. അത് നാളെ നടക്കുന്നു. അപ്പോൾ അത് വിശ്വാസത്തിൻ്റേതാവട്ടെ, അല്ലെങ്കിൽ മിത്താകട്ടെ, ആചാരമാകട്ടെ, എന്തോ ആയിക്കോട്ടെ, ഒരു ജനതയുടെ, പ്രത്യേകിച്ച് സ്ത്രീകളുടെ, അമ്മമാരുടെ, സഹോദരിമാരുടെ, പെൺകുട്ടികളുടെ ആഘോഷത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ആനന്ദത്തിൻ്റെ ഒരു ദിനമാണ് ആറ്റുകാൽ പൊങ്കാല. അതുകൊണ്ട് തന്നെ എല്ലാവിധ ആശംസകളും ഭാവുകങ്ങളും നേരുന്നു. എല്ലാവരും ഈ സതുദ്യമത്തിൽ പങ്കെടുക്കുക. അവരവർക്ക് കിട്ടുന്ന ആത്മസമർപ്പണമാണിത്. അത് ഇൻഡിവിജ്വലാണ്, പേഴ്സണലാണ്. അതിൽ മറ്റൊരർത്ഥവും ആരും കൽപ്പിക്കേണ്ടതില്ല.